ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് ലോകത്തുള്ള ബന്ധങ്ങൾ, അത് മാതൃത്വോ പിതൃത്വോ സഹോദരത്വോ സൗഹൃദോ ദാമ്പത്യമോ എന്ത് ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും ഏതെങ്കിലും ഒന്നിന് ഇത്തിരി ആത്മാർത്ഥത ഉള്ള ഒരു ബന്ധം, പണ്ടത്തെ കാര്യങ്ങളൊന്നല്ല, ഇക്കാലഘട്ടത്തിൽ ഏതാണുള്ളത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ആത്മാർത്ഥത. അത് ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥതകളൊക്കെ ഉണ്ടാവും, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? അത് ഒരാൾക്ക് മറ്റുള്ള അടിമയായി പോണ ഒരു തരം പണ്ടത്തെ പഴകിയ സമ്പ്രദായം എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എന്ന് വിചാരിച്ച് ഫാമിലി ലൈഫോ അതല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഒരു കാര്യത്തിനും ഞാൻ എതിരല്ല. ഈ കല്യാണം, മാരേജ്, അതല്ലെങ്കിൽ നീ എൻ്റെ ഞരമ്പിലൂടെ എൻ്റെ ബ്ലഡാണ്, ഞാൻ എനിക്ക് എൻ്റെ ആത്മാവ് പോലെ ആയിരിക്കണം എന്നൊക്കെ പരസ്പരം പറഞ്ഞ് ബോധ്യപ്പെടുത്തിങ്ങാണ്ട് വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന്റെ പേരിലൊക്കെ തെറ്റിപ്പണങ്ങി യുദ്ധം വരെ നടക്കണം, അല്ലെങ്കിൽ കൊല്ലിലേക്കും കൊലയിലേക്കും വെട്ടിലേക്കും ബോംബേറിലേക്കും വരെ എത്തുന്ന ദാമ്പത്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നതാണ്, ഇഷ്ടം പോലെ കാണും, കേരളത്തിൽ എന്നാൽ ലോകത്തുടനീളം. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ത് ബന്ധത്തിനാണ് ഇന്നും ആത്മാർത്ഥത ഉള്ളത്? ഇന്നൊരാൾ മറ്റൊരാളടുത്ത് ചിരിക്കുകയാണെങ്കിൽ പോലും അതൊരു കച്ചവടമാണ്. ഒരു പുഞ്ചിരി കൊടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരാളെടുത്ത് ചിരിക്കുക പോലും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കാലം ഓടിക്കൊണ്ടേ ഇരിക്കുമ്പം നമ്മൾ ഓടുന്നുണ്ട്, എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി.